വളരെ മനോഹരമായ പ്രഭാതത്തിലൂടെ ഞങ്ങൾ കൂഗലിലെ രണ്ടാമത്തെ ദിവസം തുടങ്ങുകയാണ്. സമാധാനമായി കൂഗലിന്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ടായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ പ്രഭാത ഭക്ഷണം. അതിനുവേണ്ടി തന്നെയുമാണ് ഞങ്ങൾ ഈ സ്റ്റേ തിരഞ്ഞെടുത്തതും. അവിടെ ഇരുന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്തു. വളരെ നല്ലൊരു സ്റ്റേക്കേഷൻ ആയിരുന്നു ഞങ്ങൾക്ക് അവിടെ കിട്ടിയത്. കാഴ്ചയിലാണെങ്കിലും ഹോസ്പിറ്റാലിറ്റിയിലാണെങ്കിലും ഞങ്ങൾക്ക് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. ഞങ്ങളെ അവിടെ ഒരുപാട് സഹായിച്ച ഈ ചേട്ടന്മാർക്ക് നന്ദി പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ ഇനി ഇവിടെ നിന്നും കൂഗലിന്റെ ഗ്രാമത്തിലോട്ടാണ് പോകുന്നത്. പച്ചപ്പാർന്ന കാടുകളും തടാകവും 300 അടി ഉയരത്തിൽ പതിക്കുന്ന വെള്ളച്ചാട്ടവും കൂഗലിന്റെ പ്രത്യേകതയാണ്. തിരക്കില്ലാത്ത പ്രകൃതിയിൽ ശാന്തതയും സാഹസികതയും ഒരുമിച്ച് അനുഭവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് കൂഗൽ തോന്നിയത്. കൊടൈക്കനാലിലേക്ക് വരുന്നവർ കൂഗലിന്റെ ഈ സൗന്ദര്യം ആസ്വദിക്കാതെ പോകരുത്. അത്രയ്ക്കും മനോഹരമായ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. കോടമഞ്ഞുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് പല കാഴ്ചകളും ഇതിലൂടെ കാണാൻ പറ്റില്ലായിരിക്കും. പക്ഷേ നമ്മൾ കണ്ണിൽ കണ്ട കാഴ്ചകൾ അത്രയും മനോഹരമായതായിരുന്നു. ഇവിടെ കയറാനും ഇറങ്ങാനുമാണ് ആകെയുള്ള ബുദ്ധിമുട്ട്. പിന്നെ അവിടെ നിന്നും ഞങ്ങൾ യാത്ര തിരിച്ചത് മന്നവന്നൂരിലേക്കാണ്. കൂഗലിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ അകലെയുള്ള പച്ചപ്പാർന്ന മലനിരകളിലായി സ്ഥിതി ചെയ്യുന്ന ഗ്രാമമാണ് മന്നവന്നൂർ. ഗ്രാമത്തിനടുത്തായി സ്ഥിതി ചെയ്യുന്ന മനോഹരമായ തടാകവും ചുറ്റും കുന്നുകളും പുൽമേടുകളും പൈൻ മരങ്ങളും ഇതെല്ലാമാണ് മന്നവന്നൂരിന്റെ സൗന്ദര്യം. ഇവിടെ ഒരു ഷീപ്പ് റിസർച്ച് സെന്റർ ഉണ്ട്. ഞങ്ങൾ ഒരുപാട് കാണാൻ ആഗ്രഹിച്ചു പോയ ഒരു സ്ഥലമായിരുന്നു അത്. പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് അത് ക്ലോസ് ചെയ്തിരിക്കുകയായിരുന്നു. അവിടെ ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ നേരെ മന്നവന്നൂർ എക്കോ ടൂറിസം സൈറ്റിലേക്കാണ് പോയത്. ഫാമിലിയോടൊപ്പം വരാൻ എന്തുകൊണ്ടും പറ്റിയ സ്ഥലമാണിത്. കുട്ടികൾക്കുള്ള പാർക്ക്, തടാകം, ഫോട്ടോ എടുക്കാൻ പറ്റിയ മനോഹരമായ താഴ്വര, ഹോഴ്സ് റൈഡിംഗ്, അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഇതെല്ലാം ഇവിടെയുണ്ട്. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായി സിപ്പ് ലൈൻ ഞാൻ ഇവിടെ നിന്ന് ചെയ്തു. വല്ലാത്തൊരു അനുഭവമായിരുന്നു കേട്ടോ അത്. ഇവിടെ ഒരാൾക്ക് സിപ്പ് ലൈൻ ചെയ്യാനായി പെർ ഹെഡ് 500 രൂപയാണ്. വലിയ തിരക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാവർക്കും അതിനായി അവസരം കിട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കൊടൈക്കനാലിലെ ടൗണിലോട്ട് പോകാനായി തീരുമാനിച്ചു. പോകുന്ന വഴിയിൽ ഞങ്ങൾ ചായയും ബ്രെഡ് ഓംലെറ്റും കഴിച്ചു. മന്നവന്നൂരിൽ അധികം ഹോട്ടൽ ഓപ്ഷൻസ് ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ ലഘു ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. കൊടൈക്കനാലിൽ റോഡുകളുടെ അവസ്ഥ അത്യാവശ്യം മോശമാണ്. വരുന്നവർ അതൊക്കെ കണക്കാക്കി വേണം വരാൻ. ഇത് കാരണം ഉണ്ടാവുന്ന തിരക്കുകൾ നമ്മുടെ പ്ലാനിങ് വരെ മാറ്റാൻ സാധ്യതയുണ്ട്. അങ്ങനെ കൊടൈക്കനാൽ ലേക്കിന്റെ അടുത്ത് പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയി. പെഡൽ ബോട്ടിംഗ് ചെയ്യണം എന്ന് ആഗ്രഹിച്ചായിരുന്നു ഞങ്ങൾ അങ്ങോട്ട് പോയത്. യാത്രാ ബുദ്ധിമുട്ട് കാരണം ഞങ്ങൾ എത്തിയപ്പോൾ കുറച്ച് താമസിച്ചു പോയി. വൈകുന്നേരം 5 മണി വരെയാണ് പെഡൽ ബോട്ടിംഗ് ചെയ്യാനുള്ള ടൈമിംഗ്. പിന്നെ എല്ലാവരും ചെയ്യുന്ന പോലെ ലേക്കിന് ചുറ്റും സൈക്കിൾ ചവിട്ടാൻ ഞങ്ങളും തീരുമാനിച്ചു. കുറച്ചു നേരം പോയപ്പോൾ നല്ല സന്തോഷമായിരുന്നു അത്. പിന്നെ ചവിട്ടി ചവിട്ടി നല്ല കാലുവേദനയായി. എന്നാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. നിങ്ങളും തീർച്ചയായും വരുമ്പോൾ ഇത് ചെയ്യണം. പിന്നെ കൊടൈക്കനാലിൽ വരുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾ കൊടൈക്കനാലിലെ ഫേമസ് ആയിട്ടുള്ള സ്പോട്ടുകൾ കാണാനാണ് വരുന്നതെങ്കിൽ എപ്പോഴും ടൗണിന് അടുത്തായി തന്നെ റൂം എടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഗുണ കേവ്, ബ്രയാൻസ് പാർക്ക്, കോക്കേഴ്സ് വാക്ക്, സൂയിസൈഡ് പോയിന്റ്, പില്ല റോക്ക് ഇതെല്ലാം കൊടൈക്കനാലിന്റെ ഒരു 10 കിലോമീറ്റർ ചുറ്റളവിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളും കൊടൈക്കനാലിന് അടുത്ത് തന്നെ സ്റ്റേ എടുത്തു. കൊടൈക്കനാലിൽ നിന്നും 5 കിലോമീറ്റർ മാറിയിട്ടുള്ള ഗ്രീൻ പാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ റിസോർട്ടാണ് ഞങ്ങൾ എടുത്തത്. ഇത് കുറച്ച് പഴയ റിസോർട്ട് ആണെങ്കിലും വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ്. ഒരു റിസോർട്ട് എങ്ങനെ ഇത്രയും വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് കൊണ്ടുപോകുന്നുള്ളത് ഈ പ്രോപ്പർട്ടി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അവിടെ ഒരുപാട് ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ക്യാമ്പ് ഫയറും ഇൻഡോർ ഗെയിംസും കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള ചെറിയൊരു റൂമും പിന്നെ വായിക്കാൻ ഇഷ്ടമുള്ളവർക്കായിട്ട് ബുക്സും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. രാത്രിയത്തെ ഭക്ഷണം ഞങ്ങൾ അവിടുത്തെ റെസ്റ്റോറന്റിൽ നിന്ന് തന്നെ കഴിച്ചു. നല്ല തണുപ്പുണ്ടായിരുന്നു പുറത്ത്. റൂമിൽ ഹീറ്റർ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. പിന്നെ കുറച്ച് കഥയൊക്കെ പറഞ്ഞ് നാളത്തേക്കുള്ള പ്ലാനിങ് ഒക്കെ നടത്തിയിട്ട് ഞങ്ങൾ കിടന്നുറങ്ങി. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ബൈ.